പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം നിറവേറണം പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകയും ഫലമായിടും ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകയും ഫലമായിടും വരമേറ്റ കാര്യമേതും ആശ്വാസദായക മിഴിവോടെ പൂർത്തിയാക്കുവാനും തുണയേകിടും പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, തിരുസഭ ഇന്ന് വിശുദ്ധ ക്ലൗഡിൻ്റെ തിരുനാൾ ആഘോഷിക്കണം. വലിയ രാജകീയമായ അധികാരവും രാജ്യത്തുമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വളരുവാൻ വേണ്ടി തൻ്റെ രാജ്യത്വം മുഴുവനും രാജസ്ഥാനം മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ആത്മീയ ചൈതന്യത്തിലേക്ക് കടന്നുന്ന വലിയ വിശുദ്ധൻ. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് ലൗകികമായ കാര്യങ്ങളെക്കാളുപരി ദൈവീകമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ മനുഷ്യൻ ഈ ജീവിതം ധന്യമായി തീരുവാൻ നമുക്കും നമ്മുടെ എല്ലാ ലൗകികമായ പ്രവർത്തനങ്ങളും ആധ്യാത്മികമായ തിളക്കമുള്ളതായി മാറ്റുവാൻ, ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞവരായി തീരുവാൻ ഈ ബലിയിൽ നമ്മയും അനുഗ്രഹിക്കണമേ എന്ന് എളിമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധമായ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് ചെയ്യുന്നത് പ്രകാരമാണ്. സാബത്ത് ദിവസം നന്മ ചെയ്യുന്നത്, ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ദിവസം നന്മ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ? പരിസരം നിയമസഭ എല്ലാം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഈശോ എന്താ ചെയ്യുക? ഈശോ സാബത്ത് ദിവസം കൈ ശോഷിച്ചു പോയ, കൈ ചെറുതായി നിൽക്കുന്ന ഒരു മനുഷ്യനെ എല്ലാ ജനങ്ങളെയും മധ്യ വിളിച്ച് പറയുന്നു, സാബത്ത് നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നു. ആ മനുഷ്യൻ പറയുന്നു, എൻ്റെ കൈ നീട്ടുക. ഈശോ അവൻ്റെ കൈ സ്പർശിക്കുമ്പോൾ കൈ പൂർവ്വസ്ഥിതിയിൽ സാധാരണ രീതിയിൽ കൈ മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ല. അവിടുത്തെ സ്ഥലത്തിലേക്ക് സമസ്തം സമർപ്പിക്കാൻ, ദൈവമേ ഞങ്ങളുടെ കുറവുകളിൽ ഞങ്ങളുടെ പോരായ്മകളിൽ ഒന്ന് കൂട്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ കൂട്ടാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നന്മയായി മാറും. ദൈവകരങ്ങളിലേക്കെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ജനനത്തിൽ നിന്നാണ് അനുവദിച്ചത് 8 നോൻപിൻ്റെ 7ാം ദിവസമാണിത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധ മാതാവ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. കാനായിലെ കുടുംബത്തിൽ വന്നു, പ്രത്യേകിച്ച് ശിഷ്യരോട് ശാലയിലെ കുടുംബത്തിൽ മാതാവ് കൂടെ ഉണ്ടായി ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ നൽകി. കൂടാതെ പരിശുദ്ധ മാതാവ് യോഹന്നാൻ്റെ വീട്ടിലാണ്. ഈശോ മരിച്ചു കഴിയുമ്പോൾ യോഹന്നാൻ്റെ വീട്ടിലാണ് പരിശുദ്ധ മാതാവ് താമസിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നത്. തിരുക്കുടുംബമാണ് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്യം. നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കണമേ, മാതാവ് വഴി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന ദിവസം ഈ ബലിയിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സേവ്യർ ഇടക്കണ്ടത്തിൽ കുടുംബാംഗങ്ങൾ, പോളയിൽ സീന എബ്രഹാത്തിലെ കുടുംബാംഗങ്ങൾ, പ്രത്യേക മാമ്പിതം
നടുവിലെ വീട്ടിൽ സേവർ ബിജോയിയുടെ കുടുംബാംഗങ്ങൾ. ഈ കുടുംബത്തെ എല്ലാവരെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ മരണമടിഞ്ഞു പോയിരിക്കുന്ന ആറ്റുമാലി നെല്ലി ബെഞ്ചമിൻ, വള്ളനാട്ട് അഗസ്റ്റിൻ, തപ്പലോടത്ത് ദാനിയേൽ, പോൾ റീത്ത ജോർജ്, കൈതവേലിക്കരപ്പേരി സ്റ്റീവൻ, പുളിക്ക സേവ്യർ, പനക്കോട് ആന്റണി അമ്മണി, ഷൈജു ഫ്രാൻസിസ്, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തിങ്കൽ, സുധിയ സൽമാൻ. അതുകൊണ്ട് എല്ലാവരെയും ഈ പരിശുദ്ധമായ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ സമർപ്പിച്ച് അപേക്ഷിക്കുന്ന വിവാഹത്തിൻ്റെ 34ാം വാർഷികം ആഘോഷിക്കുന്ന റോബർട്ട് പിങ്ക്, മാർഗറ്റ് പിങ്ക്, മറ്റുള്ളവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന, ജന്മദിനം ആഘോഷിക്കുന്ന പ്രത്യേകിച്ച് അനിലിനെയും കിരണിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കെവിനെയും അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജസ്റ്റിൻ, ദീപ, ജബീന, എലിസബത്ത്, ജോസഫ്, ആൻഡ്രേഗ റോയി, അക്ഷയ്, സെബാസ്റ്റ്യൻ, മറിയം, ബിജു എൽഡ, അന്ന കദ്രഫേലിയ, റിജോയ്, നിഷ, ആർവൻ, ആൻഡോ ജോസഫ്, ഡോറിസ് ജേക്കബ്, സീന, ലില്ലി, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ സ്റ്റീവ് മെറിൻ, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ ജോസ്. പ്രത്യേക പ്രാർത്ഥനാശമായി ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ ബലിയെ സമർപ്പിക്കാം. നമ്മുടെ ഈ ബലിയെ പങ്കുചേർന്നിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകൾ ദൈവസന്നിധിയിൽ വിനയത്തോടെ ഉച്ചത്തിൽ നമുക്ക് ഏറ്റുമെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ആകെയാണ്. നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ ഇന്നത്തെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയമക്കളായ ഞങ്ങളെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, നിങ്ങൾ പഴയ വെളുപ്പ് നീക്കിക്കളയുവിൻ, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഹോദരരെ, വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായി വീഴ്ചയിൽ കഴിയുന്നു. എന്നിട്ട് നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചവരെ നിങ്ങളിൽ നിന്നും നീക്കിക്കളയുവിൻ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു നിങ്ങൾ അറിവുള്ളതല്ലേ?
നിങ്ങൾ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാവുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാവുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. കർത്താവെ, കർത്താവേ, എന്നെ അങ്ങയുടെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. നീതിമാർഗത്തിലൂടെ നയിക്കണമേ. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയുമില്ല. അധർമ്മികൾ അങ്ങ് വെറുക്കുന്നു. കർത്താവെ, കർത്താവേ, എന്നെ അങ്ങയുടെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. കർത്താവെ, കർത്താവേ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവെ, എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഒരു സാബത്തിൽ യേശു സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത് കൈയിൽ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമത്തിലെ പരിസരും യേശുവിൽ കുറ്റമാരോപിക്കുവാൻ പഴുത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാബത്തിൽ അവൻ രോഗസ്ഥാനം നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൈ ശോഷിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് വന്നു നിന്നു. യേശു അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുമതീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സൗഖ്യപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നീ സ്വീകരിക്കണമേ ഉപഹാരം കരുണാമയനേ. നീ സ്വീകരിക്കണമേ
ആരാധിക്കുവേൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, നിഷ്കളങ്കതയുടെയും ആരാധനയുടെയും സമാധാന ഉറവിടമാണല്ലോ. ഈ കാഴ്ച വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതമായി ആരാധിക്കുകയും ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വസ്തയോടെ മനസ്സുകളിൽ അംഗമായി ഒന്നായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ എത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുജീവിതവുന്നായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ സൃഷ്ടിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ കാരണത്താൽ വീണ്ടെടുക്കുകയും ചെയ്തവരും. അങ്ങയാൽ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ശക്തികന്മാരും ധന്യരായ ഭക്തി ജ്വാലകരും സ്വർഗസ്നേഹവരും അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ കാലത്തോട് ഈ എളിയവരായി ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും താഴ്മയോടെ ആരംഭിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവ് തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ മുട്ടുകൾ അടക്കാം. കർത്താവിന്റെ വിശ്വത്തിലേക്ക് നോക്കാം. പരിശുദ്ധിയോട് വിശുദ്ധിയോടുകൂടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകിടങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ടു സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് വാഴ്ത്തി വിമരിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പരമാവധി വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പരമാർത്ഥമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്തോമെന്നും അങ്ങേയ്ക്കാരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതെത്തിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ മരിച്ചുപോയ എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ച എല്ലാവർക്കും സ്വർഗ്ഗ സൗഭാഗ്യം നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കെവിനെയും കിരണിനെയും മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്ന് വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്ന റോബർട്ട് പിങ്, മാർഗരറ്റ് പിങ്ങിനെ അനുഗ്രഹിക്കണം. വിവാഹ വാർഷികം ആഘോഷിച്ച മറ്റെല്ലാവരെയും, ഈ എളിയവരായ ഞങ്ങളെയും ഇന്ന് പ്രത്യേകം പ്രാർത്ഥനാസഹായം ആവശ്യപ്പെടുന്ന, പ്രത്യേകിച്ച് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന KJ ജോർജ്, പ്രത്യേകം ജിജി കുടുംബാംഗങ്ങൾ, അനു, അഞ്ജു, ഒരു പ്രത്യേക നിയോഗം. ഈ ദിവസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സേവ്യർ ഇടക്കണ്ടത്തിൽ, പോളേസീനിയർ, 5 പരക്കൽ ക്ലീറ്റസ്, നടുവിലൊരു സേവ്യർ ബിജോയ്, മറ്റെല്ലാ കുടുംബാംഗങ്ങളെയും ഈ ബലിയിൽ പങ്കുചേർന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സാർവത്രിക സഭയുടെ മധ്യസ്ഥം, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധനാകും. ഇന്നത്തെ തിരുനാള് കാരണഭൂതനായ വിശുദ്ധ ക്ലൗഡിനെയും മറ്റെല്ലാം വിശുദ്ധ മതം രതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പാം, ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും സ്വർഗീയ പിതാവിനെ വിളിച്ച് കരങ്ങൾ ഉയർത്തി പിടിച്ച് നമുക്ക് എഴുന്നേറ്റിന് എല്ലാവരും പച്ചത്തിൽ സ്വർഗസ്വനായ പ്രാർത്ഥന ഏറ്റുമെല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങേ രാജ്യം വരണം. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരികണമേ. ഞങ്ങളുടെ തെറ്റുവേന്നോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമന പ്രതീക്ഷകളും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ എല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപവിമോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിടിയും. അങ്ങേ സഭയുടെ വിശ്വാസതൃക്കന്മാർ അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകളയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പര കർത്താവിന്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാം. അങ്ങനെ മാത്രം മതി എൻ്റെ ആത്മാവ് സമൃദ്ധി പ്രാപിക്കും. ക്രിസ്തുവിന്റെ ഞങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യകാരുണ്യം അരൂപിയാൽ എഴുന്നള്ളിവരണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ.
സ്വർഗീയ കുദാശയുടെ ബോധനത്താൽ അങ്ങേ വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്നവരും അതുപോലെ അങ്ങേ പ്രിയപുത്രൻ്റെ മഹിമാദാനങ്ങളാൽ മുന്നേറുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ നിത്യമായ ജീവനിൽ പങ്കുചേരുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയിൽ രോഗങ്ങളാൽ കഷ്ടതകളാലും അവശതവയ്ക്കുന്ന നിരാലംബരായ മക്കൾക്ക് ദിവ്യസാദരമായി പരിശുദ്ധ ആരോഗ്യമാതാവിനെ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ആവശ്യനിലകളിൽ മനുഷ്യരെ സഹായിക്കുവാൻ സദാസനരായിരിക്കുന്ന പരിശുദ്ധ മാതാവ് വഴി കാനായിലെ കല്യാണ വിരുന്നിൽ സഹായമല്ലെന്ന് പറയും. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ നമ്മുടെ സഹായം എന്നും ഉണ്ടാകണമേ. മാനസികവും ശാരീരികവും ആത്മീയമായ അനാരോഗ്യത്താൽ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധി പ്രത്യാശയോടെ അണയുന്നു. സ്വർഗീയ മാതാവേ, അങ്ങേ ദിവ്യസാദം നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ആരോഗ്യ മാതാവിന്റെ നാമനാളെ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുവല്ലുക. ഓ ഏറ്റവും ദിവ്യകന്യകേ, ഈശോയുടെ അതിനിർമ്മല മാതാവാകുവാൻ നിത്യകാലം മുതൽക്ക് ആരാധ്യ ത്രിത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ, നമ്മുടെ ദിവ്യനാഥന്റെ മനുഷ്യ അവതാരം വേളയിലും നിന്റെ നിർമ്മല ഉദരത്തിൽ നീ അവിടുത്തെ സംഭവിച്ച ആ 9 മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കുവാൻ നിന്റെ വിനീത ഭക്തരായ ഞങ്ങളെ അനുവദിച്ച ദുഃഖിതരിൽ അലിവേറും
അങ്ങേ തിരുകുമാരന്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ച് ചോദിക്കുന്ന ഏവനും സ്വീകരിക്കും എന്ന തന്നെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അങ്ങയുടെ പ്രാർത്ഥനകളുടെ വല്ലഭത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നവനാൾ വഴി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹം അവൻ നൽകുക. ദൈവഹിതമെങ്കിൽ എനിക്ക് നീ സാധിച്ചു തരണമേ. അത് ദൈവത്തിന് ഇഷ്ടമല്ല എങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം നൽകണമേ. കരങ്ങൾ കൊപ്പി അമ്മയോട് നമ്മുടെ ആവശ്യം വെച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും അപേക്ഷിക്കാം. അങ്ങേ മഹത്വത്തിനായി ഞാൻ കഴിക്കുന്ന ഈ നവനാൾ വഴി നിന്റെ മധ്യസ്ഥയിലുള്ള എന്റെ സജീവമായ വിശ്വാസം പ്രകടമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുകുമാരൻ നിന്റെ തിരുവചനത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച അലൗകികമായ സ്നേഹ ആനന്ദത്തിന്റെ മഹിമയ്ക്കായി എന്റെ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള എന്റെ വണക്കമായി കുറിക്കുവാൻ ഞാനിതാ എന്റെ ഹൃദയവികാരങ്ങൾ ഒക്കെയും അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ഓ ദേവമാതാവേ, ഗബ്രിയേൽ ദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ അഭിവാദനം ചെയ്ത ആദര വണക്കങ്ങളോട് ഒന്നിച്ച് ചേർത്ത് ഞങ്ങളുടെ ഈ അഭിനന്ദനങ്ങളെ അങ്ങ് സ്വീകരിച്ചാലും അങ്ങയുടെ കേവല മഹിമ കിരീടത്തിന് ലോകാന്ത്യം വരെ പ്രഭ വളർത്തുന്ന രത്നഗണങ്ങളായി അവ ഓരോന്നും മാറട്ടെ എന്ന് എന്റെ ആത്മാർത്ഥമായ പ്രത്യാശ. അങ്ങേ വല്ലഭമേലും മാധ്യസ്ഥ്യം വഴി ഞാനിപ്പോൾ യാചിക്കുന്ന വരങ്ങളും അനുഗ്രഹങ്ങളും വചനവും മാംസമായപ്പോൾ നീ അനുഭവിച്ച ആനന്ദ വായ്പിനെ പ്രതി എനിക്ക് ലഭിച്ചിരുന്നമേ എന്ന് വ്യാകുലന്മാരുടെ ആനന്ദമായ വിശ്വാസമായ നിന്നോട് ഞാൻ
സാധിച്ചിടണമേ നിന്നോട് ഞാൻ ഏറ്റവും വിനീതമായി യാചിക്കുന്നു. ആമേൻ. ആരോഗ്യമായ അനുത്തരീയ കർത്താവ് അനുഗ്രഹിക്കണമേ, ഈശ്വരൻ അനുഗ്രഹിക്കണമേ, കർത്താവ് അനുഗ്രഹിക്കണമേ, കർത്താവ് ഞങ്ങൾ കേൾക്കണമേ, കർത്താവ് ഞങ്ങൾ കരുണകൾ കേൾക്കണമേ. ആകാശങ്ങൾ പാവപുരാനെ ലോകരക്ഷകനായ പ്രകാശ നമ്പരാനെ ഏകനവിശ്വമേ പരിശുദ്ധ മറിയമേ ലോക സൃഷ്ടിക്കും വരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യനാഥേ, മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ട മുമ്പ് തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ ആരോഗ്യനാഥേ, ആദത്തിന് ഏതെന്തോടൽ വെച്ച് വെളിപ്പെടുത്തിയ ആരോഗ്യനാഥേ, പ്രവാചകന്മാരിൽ പ്രകീർത്തിയായ വൃഷകാല നക്ഷത്രമായ ആരോഗ്യനാഥേ, ലോകത്തിന് നന്മ കൈവരുത്തുന്ന വേഗമായ ആരോഗ്യനാഥേ, നന്മയുടെ നികേതനമായ ആരോഗ്യനാഥേ, പിതാക്കന്മാരിൽ പുണ്യവതി എന്ന് ജനന് മുമ്പ് തന്നെ പ്രകീർത്തിയ ആരോഗ്യനാഥേ, ജന്മവാപിഴിക്ക് ഉത്ഭവിച്ച ആരോഗ്യനാഥേ, പിശാചിന്റെ തലയെ തകർത്ത ആരോഗ്യനാഥേ, ഇസ്രായേൽ ഭരിച്ച 16 രാജാക്കന്മാരുടെ പിൻഗാമികളെ പിറന്ന ആരോഗ്യനാഥേ, വിശുദ്ധവാക്യം അന്നായിക്കും ശിശുവായി ജനിച്ച ആരോഗ്യനാഥേ, വളരെ വയസ്സായ മാതാപിതാക്കളിൽ നിന്നും ജാതിയായ ആരോഗ്യനാഥേ, സർവ്വലോക മാലാഖമാരെക്കാളും വിശ്വയെക്കാളും ശോഭയോടെ ജാതിയായ ആരോഗ്യനാഥേ, ഏറ്റവും അധികം ഭക്തിയോടെ ലോകത്തിലേക്ക് വന്ന ആരോഗ്യനാഥേ, ദൈവപ്രസാദ ദീപമായ ആരോഗ്യനാഥേ, ദൈവത്തിന് പ്രസാദനമായ ജീവൻ നയിച്ച ആരോഗ്യനാഥേ, ദൈവിക പ്രസാദത്തിനും പുറമെ ദൈവികമായ ബന്ധത്താലും അനുഗ്രഹീതയായ ആരോഗ്യനാഥേ, സകല വിശ്വയെക്കാളും നന്മസ്വരൂപനായ ആരോഗ്യനാഥേ, സ്വർഗീയ പ്രവ്യാൻ ജനാവസരത്തിൽ തന്നെ അലങ്കൃതയായ ആരോഗ്യനാഥേ, തന്റെ ജനത്താൽ സ്വർഗവാസികൾക്ക് ഇമ്പമരളിയ ആരോഗ്യനാഥേ, ജനാന്തരം വിനാവിളംബരം ദൈവത്തിന് സമർപ്പിതയായ ആരോഗ്യനാഥേ, മേരി എന്ന നാമത്താൽ അനുഗ്രഹീതയായ ആരോഗ്യനാഥേ, 3 വയസ്സുള്ളപ്പോൾ തന്നെ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ആരോഗ്യനാഥേ, വിശുദ്ധ പുണ്യങ്ങളാൽ ഏറ്റവും അധികം ശുഷ്കാന്തിയോടെ വിവരിച്ച ആരോഗ്യനാഥേ, കന്യാലയ നിവാസികളെ മാതൃകയായ ആരോഗ്യനാഥേ, രോഗികളെ പീഡകൾ മാറ്റുന്ന ആരോഗ്യനാഥേ, അങ്ങനെ ആശ്രയിക്കുന്നവരുടെ അപ്രമാദ സംഗീതമായ ആരോഗ്യനാഥേ, സകല വിശ്വ സ്വർഗീയ കിരീടമായ ആരോഗ്യനാഥേ, ലോകപാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകപാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകപാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ശിവശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അതിർനിർമ്മല മാതാവാകുക ഭാഗ്യപ്പെട്ട കന്യകാമേരിയെ നിരവാജ്യമായ ദൈവമാലെ തിരഞ്ഞെടുത്ത ദൈവമേ, സന്തതം സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഞങ്ങൾക്കായുള്ള പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നീ കാരുണ്യവരും സാധിച്ചു നൽകണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാം, ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിരേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാലാഖമാരാലും വിശുദ്ധനാലും സകല മനസ്സിലാലും ആരാധിക്കപ്പെടുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയെ നമുക്കിപ്പോൾ ആരാധിക്കാം. വളരെ സുന്ദരമായ ഈ ദിവസം, ഈ പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ അനുഗ്രഹം നന്ദി പറയാം. ഈ ദിവസം മുഴുവനും കർത്താവിന്റെ കൃപയിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നന്ദി പറയാം. ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് ഓരോ നിമിഷവും നയിക്കണമേ. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മകനായി മകളായി ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് ഈ ആരാധന സമയം നിങ്ങൾക്ക് ചെലവഴിക്കാം. വളരെ പരിശുദ്ധ മാതാവ് പ്രത്യേകിച്ച് ഈശോയെ എല്ലാ കാര്യങ്ങളും അതീവമായി ഏറ്റവും കൂടുതൽ സഹായിച്ച അമ്മയാണ്.
കുടുംബങ്ങളെ പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യം നിറക്കണമേ. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കലവറയാണ് തിരുക്കുടുംബം. ഔസേപ്പിതാവ് മാതാവ് ഉണ്ണീശ്വരൻ നിറഞ്ഞ കുടുംബം. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹങ്ങളുടെ കുടുംബമായി നമ്മുടെ മാതാപിതാക്കളെ മക്കളെയും പരിശുദ്ധ വഴി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. കനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിനെ കണക്കോടെല്ലാം തെറ്റിപ്പോയി അവരുടെ എല്ലാ ഭക്ഷണപദാർത്ഥം തീർന്നു. അവിടെ സമൃദ്ധമായി ഭക്ഷണം നൽകുവാൻ മാതാവിന് ശക്തമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ കണക്കോട് തെറ്റിപ്പോയെങ്കിൽ മാതാവേ ഈശോയുടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പേടിച്ച് വിറച്ചു പോയ സ്ത്രീകന്മാരുടെ കുടുംബങ്ങളെ പരിശുദ്ധ മാതാവാണ് കൂട്ടിച്ചേർത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശക്തിപ്പെടുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും പേടിയോ അസ്വസ്ഥതയോ നമ്മളെ അലട്ടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി ആത്മാവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, മാതാവുള്ള കുടുംബം, ഔസേപ്പിതാവുള്ള കുടുംബം, ഉണ്ണീശ്വരയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. നമുക്ക് നേരത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ ഏറ്റവും വലിയ വേദനയും മരണവെപ്രാളം എടുക്കുമ്പോൾ ഇതാ ഈശോ മാതാവിനോടും യോഹന്നാൻ ശ്ലീഹായോടും പറയുന്നു. യോഹന്നാൻ പറയുന്നു മാതാവിനെ ചൂണ്ടിക്കൊണ്ട്, ഇതാ നിന്റെ അമ്മയും. ഇതാ പരിശുദ്ധ അമ്മയോട് പറയുന്നു, ഇതാ നിന്റെ മകനും. പ്രിയമുള്ളവരെ, ഈശോ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ പോലും ഈ ലോകത്തിലെ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച ഈശോയാണ്. നമുക്ക് നമ്മുടെ മക്കളെ മാതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മാതാവേ, ഈശോ വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങള്, ജോലി മേഖലകള്, പഠന മേഖലകള്, കർത്താവെ സാമ്പത്തിക മേഖലകള്, മക്കളെ വിവാഹ കാര്യങ്ങള്, കർത്താവെ എല്ലാ ജോലിക്കായി പ്രയത്നിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ എല്ലാ ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറമേ. യേശുവേ നന്ദി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഈശോയ്ക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.